മലയാളത്തിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാർക്ക് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ വിദൂരമാണ്. കാലങ്ങളായി സാഹിത്യ സിനിമ പിന്നണി ഗാന രംഗത്തുള്ള മലയാളികൾ തഴയപ്പെടുന്നുണ്ടോ എന്നാണ് പലരും സംശയിക്കുന്നത്. ഇത്തവണയും പത്മ അവാർഡുകളിൽ നിന്നും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ മനസ്സിലേക്ക് ഓടി വന്നത് മമ്മൂട്ടിയുടെ മുഖമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മലയാളത്തിലെ പ്രതിഭാശാലികളിൽ നിന്ന് പത്മ പുരസ്കാരങ്ങൾ ഇപ്പോഴും അകന്നു നിൽക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അർഹതപ്പെട്ട കാര്യങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന്റെ വജ്രശോഭ കൈവരുന്നത്. ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല. പി ഭാസ്കരൻ മാഷിന്റെയും ONVയുടെയും സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി. പത്മ പുരസ്കാരത്തിന് എന്നേ അർഹനാണ് അദ്ദേഹം. എന്താണ് പുരസ്കാര പട്ടികയിൽ ആ പേരില്ലാത്തത്? രാജ്യം നൽകുന്ന ആദരമാണ് പത്മ പുരസ്കാരങ്ങൾ. ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരം. ടി പത്മനാഭൻ, സാരുമാഷ്, സി രാധാകൃഷ്ണൻ, സാറ ജോസഫ്, സജിത ശങ്കർ, സുജാത മോഹൻ, MN കാരശ്ശേരി, നെടുമുടി വേണു, ഡോക്ടർ MV പിള്ള, ദീപക് ശിവരാമൻ, ഡോക്ടർ VS വിജയൻ തുടങ്ങി എത്രയോ പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മ പുരസ്കാരങ്ങൾ. പ്രവർത്തന മേഖലകളിൽ അസാമാന്യ മികവും സ്വാതന്ത്ര്യബോധവും നല്ല ചിന്തകളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചവരുടെ പട്ടിക ഇനിയും നീളുമെന്നും വി.ഡി. സതീശൻ പറയുന്നു. ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ, മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മമ്മൂട്ടിയെ കുറിച്ചാണ്. 1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. 1/4 നൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ ഞാൻ വിസ്തരിക്കേണ്ടതില്ല. ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല. വി.ഡി. സതീശന്റെ വിലയിരുത്തൽ കൃത്യമാണെന്നാണ് ആരാധകരും പറയുന്നത്. മമ്മൂക്ക ഇന്ത്യൻ സിനിമയുടെ മുഖമാണ്. അദ്ദേഹത്തെ വർഷങ്ങളായി മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ശൈലിയൊക്കെ കൊണ്ടാണ്. പിന്നെ BJP സർക്കാർ അദ്ദേഹത്തെ പരിഗണിക്കാത്തതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പരിഗണന എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് ശേഷം ഒരു മലയാള നടന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് മോഹൻലാലിനാണ്. 2019 മോഹൻലാൽ അവാർഡിന് അർഹനായത്. 1983 പ്രേം നസീറിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പിന്നീട് 2002 യേശുദാസിനും പത്മഭൂഷൺ ലഭിച്ചു. ശേഷം 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മലയാള ചലച്ചിത്ര താരത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത്. അടുത്ത വർഷമെങ്കിലും മമ്മൂട്ടിയെ പത്മ പുരസ്കാരത്തിന് പരിഗണിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.